വേദനയോടുകൂടി എത്ര ഉമ്മമാര് ദുആരക്കാൻ പറയുന്നുണ്ട്, എത്രയോ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ദുആരക്കാൻ പറയുന്നുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞിട്ടും പെൺമക്കളെ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാതെ സങ്കടത്തോടെ കിടക്കുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം, അല്ലാഹുവേ എന്റെ മകളെ വന്ന് കല്യാണം കഴിപ്പിച്ചയക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട മകളുടെ കൂടെയുള്ള മക്കളുടെ കല്യാണം കഴിഞ്ഞു, അവരുടെ പ്രിയപ്പെട്ടവരുടെ കല്യാണം കഴിഞ്ഞു, പക്ഷേ എന്റെ പൊന്നുമോക്ക് മാത്രം ഒരു വിവാഹമാലോചന വന്നിട്ടില്ലല്ലോ അല്ലാ. എത്രയോ പ്രിയപ്പെട്ടവര്, ഉമ്മമാര് ഉപ്പമാര് പല വാദിന്റെ മജ്‌ലിസുകളിലും വിഷമത്തോടുകൂടി ദ്വാരക്കാൻ പറയുന്നുണ്ട്. അല്ലാഹുവേ സങ്കടങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞ്, വേദനകൾ മാറ്റണമെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തുകൊണ്ട് കരയുന്ന എത്ര ആളുകളുണ്ട്. എന്നാൽ അവർക്ക് വേണ്ടുന്ന ഏറ്റവും നല്ല സന്തോഷം ഞാൻ പറഞ്ഞു തരാം. ഒന്നുകിൽ ആ ആൺമക്കളുടെയോ പെൺമക്കളുടെയോ പിതാവ് നല്ലതുപോലെ വിവാഹമാലോചന വരാൻ, മക്കൾക്ക് നല്ല വിവാഹം ശരിയാകാൻ, നല്ല സന്തോഷമുള്ള ജീവിതം കിട്ടാൻ, ഉമ്മയും ബാപ്പയും ഉദ്ദേശിക്കുന്ന കോലത്തിലാകാൻ, ഏതെങ്കിലും ഒരുത്തന്റെ കൈപിടിച്ചുകൊണ്ട് വരാതിരിക്കാൻ, ഒന്നുകിൽ ഉപ്പയോ അല്ലെങ്കിൽ മാതാവോ അല്ലെങ്കിൽ മകനോ മകളോ ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ് പറയുന്നത്. വെള്ളിയാഴ്ച രാവ് പാതിരാവ് കഴിഞ്ഞ് എഴുന്നേറ്റ് ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കരിക്കുക. ആ 2 റക്അത്ത് നിസ്കരിക്കുമ്പോ ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതുക. 2 റക്അത്ത് നിസ്കരിക്കുമ്പോ ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതുക. അങ്ങനെ ഫാത്തിഹ ഓതിക്കൊണ്ട് കടന്നു വരിക. അത് മാത്രവുമല്ല, സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതുക. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അല്ലാഹുവേ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ പേരിൽ എത്ര സ്വലാത്തുകൾ ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം സ്വലാത്തുകൾ ചൊല്ലുക. ആ സ്വലാത്തുകളും ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന എന്തെന്നറിയോ? ഒരു ദുആ, യാ ബദീഅൽ അജായിബി ബിൽ ഖൈരി യാ ബദീ യാ ബദീഅൽ അജായിബി ബിൽ ഖൈരി യാ ബദീ എന്നുള്ള ആ ദുആ, അല്ലാഹുവേ മനസ്സിൽ ഏതൊരാഗ്രഹമാണോ ഉള്ളത് ആ ദുആ മനസ്സിൽ നിയ്യത്ത് വെച്ച് ആ ദുആ മനസ്സിൽ കരുതി നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾ അല്ലാഹുവിനോട് പറയുമ്പോ അല്ലാഹു നല്ലതുപോലെ നല്ല സന്തോഷം കൊണ്ടുവരും. കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഖ്ളി ഹാജാതി ഫിദ്ദുനിയാ വൽ ആഖിറ യാ ഖാളിയൽ ഹാജാത് യാ മുജീബദ് ദഅവാത്. ഈ ദുആ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വരിക. അങ്ങനെ ചൊല്ലിയിട്ട് നിങ്ങളെ പടച്ചു പരിപാലിക്കുന്ന അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. ഈ ദുആ അങ്ങ് ചൊല്ലിയാൽ ശേഷം മുത്തുനബിയുടെ പേരിൽ സുബ്ഹി ബാങ്ക് വിളിക്കുന്നത് വരെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഉത്തരം കിട്ടുമെന്നതിൽ സംശയിക്കേണ്ടതില്ല. വിവാഹം മാത്രമല്ല, ഏതു വലിയ പ്രതിസന്ധികൾ വന്നാലും കടത്തിന്റെ കെണിയിൽപ്പെട്ടാലും വല്ലാതെ ചൊല്ലാവുന്നതാണ്. പെൺകുട്ടികൾക്ക് വരന് ശരിയായി കിട്ടാൻ സൂറത്തു ത്വാഹ വൃത്തിയുള്ള പാത്രത്തിൽ എഴുതി മായ്ച്ച് ആ വെള്ളത്തിൽ അവൾ കുളിച്ചാൽ നിഷ്പ്രയാസം വരന് ലഭിക്കുന്നതാണ്. ഇമാമുന യാഫിഈ റഹിമഹുല്ലാ പറയാണ്, സൂറത്തു ത്വാഹ, അതായത് ഒരു പെൺകുട്ടിക്ക് ഒരു വരനെ ശരിയായി കിട്ടാൻ, നല്ല ഒരു പുതുമാരനെ, ഏതൊരു ഉമ്മയുടെയും ഏതൊരു ബാപ്പയുടെയും ആഗ്രഹം മകൾക്ക് നല്ല ഒരു ഇണയെ കിട്ടണമെന്ന്. മകൾക്ക് നല്ല സ്വാലിഹായ നല്ലതുപോലെ മകളെ നോക്കുന്ന ഒരിണയെ അവിടെ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു പിതാവും ഉണ്ടാകില്ല, ഒരു ഉമ്മയും ഉണ്ടാകില്ല. എന്നാൽ മകൾക്ക് നല്ല ആലോചന വരാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. സൂറത്തു ത്വാഹ ഒരു പാത്രത്തിൽ എഴുതുക, ആ വെള്ളം കൊണ്ട് കുളിക്കുക. അങ്ങനെ കുളിച്ചാൽ ആ മകൾക്ക് നല്ല വിവാഹം ശരിയാകുന്നതാണ്. ജീവിതത്തിൽ എത്രയോ ഉമ്മമാർ അല്ലേ, എത്ര ഉപ്പമാര് സങ്കടങ്ങൾ പറഞ്ഞ് വേദനകൾ പറഞ്ഞ് മകളെ കാര്യമൊന്നും ഇപ്പൊ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അല്ലെ, എത്രയോ ആളുകൾ വല്ലാതെ കരയുന്നുണ്ട്.
ഉമ്മമാര് നിരന്തരമായി കരയുന്നുണ്ട് ഉസ്താദേ. 30 വയസ്സായ എത്രയോ സഹോദരിമാരുണ്ട്, 40 വയസ്സെത്തിയവരുണ്ട്, വിവാഹം കഴിക്കാതെ സങ്കടപ്പെടുന്നവരുണ്ട്. എന്നാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ അത് ഏറ്റവും നല്ല സന്തോഷമാണ്. നമ്മളെ കൊണ്ട് ചെല്ലാൻ പറ്റുന്ന, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്. നിങ്ങൾ മനസ്സ് കൊടുത്ത് ഇത് ചെയ്യുമ്പോ വേറൊന്നുകൂടെ വേണം. അള്ളാഹുവെന്നെ കാണും, അള്ളാഹുവെന്നെ സ്വീകരിക്കും, അള്ളാഹുവെന്നെ ഇഷ്ടപ്പെടും എന്നുള്ള ഒരു ചിന്ത കൂടെ വേണം, ഇല്ലേ? നല്ല വരനെ കിട്ടാൻ വേണ്ടി പറഞ്ഞ ഷമീർ ദാരിമിയല്ല, ഇമാമുന യാഫി റഹിമഹുള്ളയാണ് പറഞ്ഞത്. ഇമാമാണ് പറയുന്നത്, നിങ്ങൾ നല്ല വെള്ളം എടുക്കുക, ആ വെള്ളത്തിൽ നല്ല തെളിമയുള്ളൊരു പാത്രത്തില് ത്വാഹ, സൂറത്തു ത്വാഹ നല്ലതുപോലെ എഴുതിയിട്ട് ഓതുക. ആ വെള്ളമെല്ലാം നല്ലതുപോലെ എഴുതിയിട്ട് വടിച്ചെടുത്തൊരു പാത്രത്തിലാക്കി വെള്ളത്തിൽ ഒഴിക്കുക. ആ വെള്ളം കൊണ്ട് കുളിച്ചാൽ നല്ല വരനെ അള്ളാഹു കണ്ടെത്തിത്തരും. ഇതൊരു മുഅ്മിനായ മനുഷ്യന്റെ വിശ്വാസമാണ്. ചിലപ്പോ ഇനി ഇത് കേൾക്കുമ്പോ പറയും, ഇനി ഒരു പുതിയ പെണ്ണൊന്നും കാണാൻ പോണ്ട, പുതിയൊരു ഡോക്ടർ ഇറങ്ങിയിട്ടുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ഈ സൂറത്ത് ഓതിയിട്ട് കുളിച്ചാൽ മതി, ഇനിയിപ്പോ വരനേക്കും കൊണ്ടുവരും. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ വരാൻ കഴിയില്ല. മനുഷ്യനിക്ക് അതിൻ്റെതായ വിശ്വാസങ്ങൾ ഓരോ മതത്തിനുമുണ്ട്. എന്നാൽ അവിടെ നിന്നും പരിശുദ്ധരായ ഹബീബിന്റെ ഉമ്മത്ത് ഒരുപാട് പാഠങ്ങൾ പഠിച്ചവരാണ്, അതവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നവരാണ്, അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരുമാണ്. അങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ സന്തോഷമാണ്. ഉമ്മയുടെ കണ്ണീര് മാറുകയാണ്, ബാപ്പയുടെ കണ്ണുനീര് മാറുകയാണ്, സഹോദരങ്ങളുടെ കണ്ണീര് മാറുകയാണ്. അല്ലാഹുവേ, എത്രയോ പാവപ്പെട്ട ഉപ്പമാര് കരയുന്നുണ്ട്. കൂടെ ഉള്ള മക്കളുടെ കല്യാണം കഴിഞ്ഞു, എന്റെ മകൾ അവളെ കൂടെ പഠിച്ചതാണ്, അവനിക്കൊരു വിവാഹമായിട്ടില്ലല്ലോ, അവക്കൊരു വിവാഹമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് ഉപ്പമാര് കരയുന്നില്ലേ? ഒരുപാട് ഉമ്മമാര് കരയുന്നില്ലേ? ഒരുപാട് പ്രിയപ്പെട്ടവര് കരയുന്നില്ലേ? അവരുടെയൊക്കെ സങ്കടങ്ങൾ അല്ലാഹു കാണുമല്ലോ. അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു തട്ടിക്കളയില്ലല്ലോ. അല്ലാഹു സന്തോഷത്തിന്റെ വഴികൾ അല്ലാഹു തുറന്നു തരുമല്ലോ. ജീവിതത്തിൽ അല്ലാഹു ബറക്കത്തുകൾ നൽകുമല്ലോ. ജീവിതത്തിൽ അല്ലാഹു സന്തോഷങ്ങൾ തരുമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ജീവിതം മെച്ചപ്പെടുത്താൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് സന്തോഷം തരട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയിക്കാൻ, സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ, ഈമാനിന്റെ മാധുര്യത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ.